ബഹുമാനിക്കപ്പെടുന്ന മാസത്തെയും ബഹുമാനിച്ചുകൊള്ളണം. അള്ളാഹുവിൻ്റെ നിയമമാണ് കേട്ടോ. ആ നിയമത്തെ ഞാൻ നിങ്ങൾ പറിച്ചങ്ങ് ചെയ്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഖബർ അനുഭവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ മേശറോപ്പാണ് കേട്ടോ. അവിടെ ഈ എന്നോ അല്ല എ പി എന്നാണോ അവിടെ വിളിച്ചു കൂടൂല മക്കളെ. ഇവിടെ അള്ളാഹുവിനെ ഖേദിച്ച് മടങ്ങി തഖ്വ ചെയ്ത് അമൽ ചെയ്ത് ഖൽബ് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ പറയുന്ന തങ്ങളും കേൾക്കുന്ന നിങ്ങളും സ്വർഗ്ഗം കാണും മക്കളെ. അല്ലാതെ ഇവിടെ തോന്നിയാസം എന്ന് പ്രവർത്തിച്ച് ഇവിടെ എല്ലാം എന്താണ് അങ്ങനെയുള്ള ഫിത്ന പറഞ്ഞു വിട്ട് മക്കളെ തീർച്ചയായും അള്ളാഹു നിങ്ങളൊന്ന് ഭയപ്പെട്ടു കൊള്ളണം കേട്ടോ മക്കളെ. ഖാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുതിര കയറാനുള്ളതല്ല കേട്ടോ ഖാദി. ആ ഖാദി ആ നിയമം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ 3 ദിവസം നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിക്കണം മക്കളെ. അത് പിടിച്ചില്ലെങ്കിൽ കുറ്റക്കാരാണ് നിങ്ങളാണ്, ഞാനല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ ഇളയവന് ഈ ഖാദി എന്ന് പറഞ്ഞ മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഒരു ഹോബിക്കുള്ളതല്ല, അള്ളാഹുവിൻ്റെ ദീൻ ഹോബിക്കുള്ളതല്ല. മക്കളെ വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം. ഇത് ഏപ്പിയാണ് ഈക്കയാണെന്ന് പറഞ്ഞ് പോക്കല്ല മക്കളെ. വളരെ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. ഞങ്ങളോട് പ്രത്യേകം പറയാൻ എന്നെ ബയ്യത്ത് ചെയ്ത 28 കറികൾ തീർച്ചയായും എൻ്റെ മക്കളെ നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുറിയെ പിടിക്കുന്നവരാവണം ഈ കേന്ദ്രത്തിൽ വരേണ്ടത്. അല്ലാതെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞു നടക്കുന്ന പിന്നാലങ്ങ് പോയാൽ മക്കളെ തീർച്ചയായും നിങ്ങൾ വടി കൊടുത്ത് അടി വാങ്ങിയെന്നേ അർത്ഥമുള്ളൂ. നിങ്ങൾ മക്കളെ നിങ്ങൾ ആലോചിക്കണം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മൂത്രത്തുള്ളി അങ്ങ് വീണാൽ അത് നജിസാണ് മക്കളെ. ആലോചിക്കണം കേട്ടോ. ആരെല്ലോ എന്തെല്ലോ വിളിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു നടന്നു പോയാൽ പറയുന്ന ഉള്ളവനാണ്, എനിക്കാണ് എൻ്റെ കേട്, എന്നോടാണ് റബ്ബ് ചോദിക്കുക. തീർച്ചയായും ഞാൻ ഇതിൽ ഒഴിവാകും മക്കളെ. നാളെ മേസറിൽ നിങ്ങളെല്ലാം വരേണ്ടവരാണ്. അവിടെ വെച്ച് ഞാൻ പിടിക്കും കേട്ടോ. ഒരു സംശയത്തിൻ്റെ വഴി വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് മക്കളെ, എന്തും എന്താണ് ഖൽബൊന്ന് ശുദ്ധീകരിച്ചു കൊള്ളണം. അത് ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് ഓതി ഖൽബൊന്ന് ശുദ്ധീകരണം. അല്ലാതെ എല്ലാ ഫിത്നയും എല്ലാ ഫസാദും പറഞ്ഞു വിട്ടാൽ മക്കളെ രക്ഷപ്പെടുകയില്ല കേട്ടോ. തീർച്ചയായും മക്കളെ എന്താണ് ഫിത്നയും ഫസാദും അസുഖം കിബുറും കല്ലിനും അവൻ നരകത്തിലാണ്. അത് ഖാദിയാർ ഒഴിച്ച് അല്ലെങ്കിൽ ഖതീബ് ഒഴിച്ച് അല്ല പ്രിൻസിപ്പാൾ ഒഴിച്ച് അല്ലെങ്കിൽ പ്രസിഡന്റ് ഒഴിച്ച് അല്ല സെക്രട്ടറി ഒഴിച്ച് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആര് ഫിത്നയുണ്ടാക്കിയോ നരകം കാണേണ്ടി വരും. അവിടെ ഞാൻ പ്രത്യേകം പറയാണ്, ഉറൂസ് ലൈറ്റ് കത്തിച്ചങ്ങ് പോക്കല്ല മക്കളെ. ഉറൂസ് എന്താണ് മഹാനവരത്ത് ആ വഴിയിലേക്കാണ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്താണ് ഇൻസ് സമൂഹം ജിന്നു സമൂഹം ഈ വിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു മലായിക്കത്തോട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. എന്നാൽ അള്ളാഹുവിന് എന്തിനു ചോദിക്കണം? എന്നാൽ നിങ്ങളിവിടെ ഉറൂസ് നടക്കുമ്പോൾ ഈ ഖാദിയാളോട് നിങ്ങൾ ചോദിക്കേണ്ട മക്കളെ. തീർച്ചയായും ഞാൻ ഇത് അവിടെ മൈസൂറിൽ വെച്ചങ്ങ് പഠിക്കും. സംശയത്തിൻ്റെ ഭയമായിരിക്കും വേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താണ് മക്കളെ ഇവിടെ ഒരു ഫാൻ വെക്കാൻ പാടില്ല. ഖാദി എന്താണ് പുറപ്പെടുവിച്ചാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. അതാണ് മക്കളെ ഖാദിൻ്റെ നിയമം കേട്ടോ. ഖാദി നിങ്ങൾക്ക് എന്താണ് വെറും നിലാവ് കണ്ട് ഉറപ്പിക്കാനുള്ളതല്ല, തലാക്ക് ചെല്ലിക്കാനുള്ളതല്ല, ഫസ്കാക്കിനുള്ളതല്ല. ഖാദി ഒരു രാജ്യത്തിൻ്റെ എന്താണ് ആ നിയമം വൈകിട്ടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ കാര്യം മുഴുവനും സ്വർണ്ണാക്കാൻ ഞാൻ ഏറ്റിട്ടില്ല. ഇവിടെയുള്ള മുഴുവനും ജനങ്ങളെയും ഹിദായത്താക്കാൻ ഏറ്റിട്ടില്ല. ഇവിടെ ദീനിയായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ ഖാദി എന്ന സ്ഥാനം എടുത്തിട്ടത്. ഞങ്ങൾ കുതിരക്കളി കളിക്കാനുള്ളതല്ല ഖാദി. വളരെ സൂക്ഷിച്ചു കൊള്ളാൻ ഞങ്ങളോട് പറയുകയാണ്. ഇത് എന്താണ് മക്കളെ, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ എല്ലാ രാജാവിനാണ് അധികാരം ഖാദിയാക്കാൻ. പിന്നീട് ആ ഖാദിനെ ഒഴിവാക്കാൻ രാജ്യം എന്താണ് മക്കളെ എന്താണ് രാജാവിന് അധികാരമില്ല കേട്ടോ. നിങ്ങളിവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടത്തിയത് ഈ 5 വർഷത്തിൽ. നിങ്ങളിവിടെ എന്ത് ചെയ്തു മക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കണം. ബാപ്പാൻ്റെ ബോർഡങ്ങൾ എടുത്ത് കളഞ്ഞു. ഇവിടെ എന്താണ് വേറെ ഏതെല്ലോ വന്ന് ഇവിടെ പഠിപ്പിച്ചു. എല്ലാ മക്കളെ നിങ്ങളോട് ചോദിക്കപ്പെടൂലേ മക്കളെ? ഇവിടെ ഒരു നോട്ടീസ് അടിക്കുമ്പോൾ ഉള്ളവനെ അറിയണ്ട മക്കളെ. നിങ്ങൾ എന്നോട് എന്താണ് പലതും പറഞ്ഞ് ഫിത്ന ഉണ്ടാക്കി അങ്ങ് പോയാൽ ഈ ഫിത്നെല്ലാം ഞാൻ അവിടെ വെച്ച് പഠിക്കും കേട്ടോ. നിങ്ങളെ തോന്നിയാസം നടക്കാനുള്ളത്
അതല്ല, കാളിങ്ങൾ പന്ത് തട്ടാനുള്ളതല്ല കേട്ടോ. കാളി പറഞ്ഞ് അനുസരിക്കാണ് ഈമാൻ, അവനാണ് മുഅ്മിൻ. അല്ലാത്ത ഇബ്ലീസ് പ്രവർത്തിച്ചവനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് കാളി എന്ന എല്ലാണ് മക്കളെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ കാക്കൻ്റെ എല്ലാം ഇവിടെ അത് പറയാനുള്ളതല്ല മക്കളെ. എല്ലാം നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. സംശയത്തിൻ്റെ വയ്യാതെയില്ല മക്കളെ. ഇവിടെ കിടക്കുന്ന മഹാനുവർ നമ്മളെ കൽബ് കൊള്ളയാണ് നോട്ടം കേട്ടോ. നിങ്ങൾ എന്താണ് ഷർട്ട് കൊള്ളയോ വീട് കൊള്ളയോ കേട്ടോ. വളരെ അന്നലക്ക് അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തെക്കമാ ചെയ്ത് അമൽ ചെയ്ത് കൽബ് ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ നിയമം എന്താണ് അന്നലക്ക് അള്ളാഹു പരീക്ഷിച്ച് അന്നലക്ക് കൊടുത്തതാണ് കറാമത്ത്. ഇല്ല ഫിസയും ഫസാദും പറഞ്ഞ് കറാമത്ത് വാങ്ങിയതല്ല മക്കളെ. സൂക്ഷിക്കാൻ പറയുന്ന തങ്ങളായാലും കേൾക്കുന്നതായാലും വളരെ സൂക്ഷിക്കണം കേട്ടോ. ആരെയും ദുനിയാവിൽ അവ വിടുകയില്ല. കൽബൊന്ന് ശുദ്ധീകരിക്കണം മക്കളെ. ഇല്ല ഫിസനെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങ് പോയാൽ ഖബറൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ദുനിയാവും പരാജയമാണ്, ഖബറും പരാജയമാണ്, നാളെ മനുഷ്യനും പരാജയമാണ് മക്കളെ. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തീർച്ചയായും ഇത് ഒരു ഓപിക്കുള്ളതല്ല ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് മക്കളെ? സ്വർഗം കാണാനുള്ളതാണ്, നരകം കാണാനുള്ളതല്ല കേട്ടോ. അവിടെ ഞാൻ കുറേ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വളരെ എന്തെല്ലാം പല ഫിത്തന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അതെല്ലാം നാളെ മനസ്സിൽ അവിടെ വെച്ച് ഞാൻ പിടിക്കും മക്കളെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോറത്തങ്ങൾ എന്താണ് അറസ്റ്റാക്കണം, കോറത്തങ്ങൾ അയാൾ അങ്ങനെ ആക്കണം, അയാൾ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾക്ക് ആക്കാം. പക്ഷേ നാളെ മക്കളെ നാളെ മനസ്സിലായി എന്ന് പറഞ്ഞ് അവരുടെ ഞങ്ങൾക്ക് വിജയമാണ് മക്കളെ. അവരുടെയാണ് ഞാൻ എല്ലാം പിടിക്കുക. അവരെന്താണ് ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഒലിയും അങ്ങോട്ട് കടക്കൂല, ഒരു കസീബും നടക്കൂല, ഒരു പ്രിൻസിപ്പാൾ അങ്ങോട്ട് കടക്കൂല മക്കളെ. ആലോചിക്കണം. അവിടെയാണ് ഞങ്ങളെ പവർ. ഇവിടെ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് അയാൾ അങ്ങനെ ആക്കണം, ഇയാൾ ഇങ്ങനെ ആക്കണം, എല്ലാം നിങ്ങൾ നാവ് കൊണ്ട് പ്രവർത്തിക്കാൻ കേട്ടോ. പക്ഷേ അവിടെ നടക്കൂല മക്കളെ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിൻ്റെ ദീൻ